ഷൈൻ ഫുഡ് പോലും കഴിക്കാതെയാണ് ഇരിക്കുന്നതെന്നാണ് സാന്ദ്ര പറഞ്ഞത്. ടെൻഷൻ അടിച്ചിട്ടാണോ? ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷൈൻ കലക്കിട്ടേ എല്ലാവരും അടിപൊളി, എല്ലാവരും അടിപൊളി, സൂപ്പറാണ്. പുള്ളിയുടെ ആരും കാണാത്തൊരു അതെ അതെ അതെ, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ക്യാരക്ടറായിരുന്നു. ഈ മഹിമ ഷൈൻ തമ്മിലുള്ളൊരു കോംബോ ഉണ്ട് കേട്ടോ. ആ അത് ഇപ്പോഴും വർക്കൗട്ട് ആയി തോന്നുന്നു. പിന്നെ രണ്ട് എക്സ്ട്രീംസ് ആണ് ആഡിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി. കാണാനും ചിരിക്കാനും നല്ല മൂവി. നല്ല പടമായിരുന്നു. അവരുടെ കോംബോ നല്ല കോംബോ ആയിരുന്നു, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കോമഡീസ് ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല ചിരിച്ചു, കുറെ നാൾ കൂടി എൻജോയ് ചെയ്തു. കൊള്ളായിരുന്നു. ഓൾ ഓവർ നല്ല പടമാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഇല്ല, വെറൈറ്റി ആയിരുന്നു, അതാണ് ഭയങ്കര ഇഷ്ടമായി. വർക്കൗട്ട് ആയി, എനിക്ക് ഇഷ്ടമായി. ആദ്യ എക്സിനാണ് നമ്മൾ കണ്ടേ, നല്ലേ. മേ ബി ചിലപ്പോ ചാൻസ് ഉണ്ട്. അതൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫുൾ മൂവി ഉടനീളം ബാബുരാജിന്റെ ആക്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ഈവൻ നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ മാമിന്റെയും അതുപോലെ തന്നെ ഷൈനികത്തിന്റെയും അടിപൊളിയായിരുന്നു, നല്ല കോംബോ ആയിരുന്നു. ഇനിയും അവർ നല്ല സിനിമകൾ കിട്ടും. അടിപൊളിയായിരുന്നു സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഷൈനിന്റെ ഒരു വെരി ഡിഫറെന്റ് ആക്ടിങ് ആയിരുന്നു. ഇതുവരെ വളരെ കോമഡി അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിന്ന് ഷൈൻ ടോട്ടലി ആ ബബിൾ ബ്രേക്ക് ചെയ്ത് ഒരു വെരി ഇമോഷണൽ ക്യാരക്ടർ ആയിട്ട് ഇതിലുണ്ട്. പിന്നെ ബാബുരാജ് സർ എക്സ്ട്രീംലി ഗുഡ് ആയിട്ട് ഭയങ്കര രസമായിട്ട്. പിന്നെ മൊത്തത്തിൽ കുറെ കോമഡി ഉണ്ട്, വെരി ഫീൽ ഗുഡ്. ഷൈൻ ഇത് കുഴപ്പമില്ലായിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു, ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിരുന്നു.